മറുപടി വന്നിട്ടുണ്ട്. ന്യൂസ് 18 വിനായകന്റെ മറുപടി പോസ്റ്റ് വന്നിരിക്കുന്നു. പതിവ് പോലെ തന്നെ സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ നിരത്തിക്കൊണ്ടാണ് മറുപടി. താൻ പറഞ്ഞ പുലഭ്യത്തെ അസഭ്യമാക്കി വ്യാഖ്യാനിച്ചു എന്നാണ് വിനായകന്റെ വാദം. പരിധി വിട്ട് നടത്തിയ പ്രസ്താവനകളെ ദളിത് കാർഡ് ഇറക്കി ന്യായീകരിക്കാൻ തന്നെയാണ് ശ്രമം. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, 12 മണിക്ക് എന്താണ് ആ മറുപടി വരുന്നത് എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പതിവ് പോലെ മുഴുവൻ ആ പോസ്റ്റ് വായിക്കാൻ നവമിക്കോ അത് കേൾപ്പിക്കാനോ എനിക്കോ കഴിയില്ല. അതിൽ നിന്ന് സഭ്യമായി പുറത്തേക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? ശ്രീജ, വിനായകന്റെ ഈ മറുപടി പോസ്റ്റ് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. വിനായകനിൽ നിന്നും ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുക എന്നൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ബാക്കിയാകുന്നത്. ആദ്യം ഇട്ട ഒരു പോസ്റ്റ്, അതായത് ഒരു സോറി പറഞ്ഞുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്ന ഒരു ഇമോജി ഇട്ടുകൊണ്ടുള്ള ഒരു സോറി പോസ്റ്റാണ് ആദ്യം വന്നത്. അത് സ്വാഭാവികമായും അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അധിക്ഷേപിച്ചുകൊണ്ടിട്ട പോസ്റ്റിന് ഒരു മറുപടി എന്ന രീതിയിൽ തന്നെ ആ സോറി, മാപ്പ് അപേക്ഷ നമുക്ക് കണക്കാക്കാൻ കഴിയും. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ പ്രതിഷേധം തന്നെയായിരുന്നു നടൻ വിനായകനെതിരെ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ളവരൊക്കെ പ്രതികരിച്ചത്. വിനായകൻ ഇത്തരത്തിൽ മോശമായിട്ടുള്ള പെരുമാറ്റം അത് നടത്താൻ പാടില്ലായിരുന്നു. ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ കേരളം മുഴുവനും ആദരിക്കുന്ന ഒരു 2 വ്യക്തികളെ, മഹത് വ്യക്തികളെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു എന്ന വലിയ വിമർശനം വിനായകൻ ഏറ്റുവാങ്ങിയതായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഒരു സോറി, മാപ്പ് അപേക്ഷ എന്ന് നമുക്ക് കണക്കാക്കാം. അതിന് പിന്നാലെയാണ് നമ്മുടെ അപർണയ്ക്കെതിരെ ഒരു പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള ഭാഷകൾ തന്നെയാണ്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ദളിത് കാർഡ് ഇറക്കിക്കൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് വിനായകൻ വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഏത് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ മറുപടി പറയണം എന്ന് എനിക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ആ പോസ്റ്റ് നമുക്ക് വായിക്കാൻ പോലും കഴിയില്ല. അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് അപർണയും നമ്മുടെ മറ്റ് മേലധികാരികളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് വിനായകൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥം അതെന്താണെന്ന് മാധ്യമപ്രവർത്തകർ, മാപ്രകൾ പോയി പഠിക്കണമെന്ന് ആദ്യം വിനായകൻ പറയുന്നുണ്ട്. അതിനുശേഷം പുലഭ്യം എന്ന വാക്ക് അസഭ്യമാകുന്നത് എങ്ങനെ എന്നാണ് മറ്റൊരു ചോദ്യം. ഈ വിനായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് അപർണ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ വിനായകന്റെ ആ പോസ്റ്റിനെ വിശദീകരിച്ചുകൊണ്ട് അതിലാണ് പുലഭ്യം എന്ന വാക്ക് അപർണ ഉപയോഗിച്ചിരുന്നു. പുലഭ്യം എന്ന വാക്ക് അസഭ്യമാകുന്നത് എങ്ങനെ എന്ന ഒരു വിശദീകരണമാണ് വിനായകൻ പിന്നീട് നടത്തിയിരിക്കുന്നത്. ഒപ്പം ഈ നമ്മുടെ ചാനൽ മേധാവികളെയും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വീണ്ടും വിനായകൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പോസ്റ്റ് താഴേക്ക് വായിക്കുമ്പോൾ തന്നെ വളരെ നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റില്ല. അത്രയും മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ചില വിശദീകരണങ്ങളൊക്കെ നൽകിക്കൊണ്ട് വിനായകൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് വീണ്ടും സമൂഹ മാധ്യമങ്ങൾ, ഇതിലെ കമന്റിലുമൊക്കെ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ വിനായകൻ വീണ്ടും ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറല്ല വിനായകൻ എന്ന് തന്നെ നമുക്ക് ഈ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. തന്റെ ഈ സൈബർ ഇടങ്ങളിൽ നിന്നും വിനായകൻ എന്തും പറയാനെന്ന രീതിയിലേക്ക് മാറുകയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾക്ക് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളോട് നേരിട്ട് സംസാരിക്കാനോ ഒന്നും തന്നെ വിനായകന് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സൈബർ ലോകത്തിരുന്നു കൊണ്ട് വിനായകൻ ഇത്തരത്തിൽ എന്തും പറയാമെന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം വിനായകനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. വിനായകന് ചികിത്സ നൽകേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരു കേരളം, നമ്മുടെ രാജ്യം മുഴുവൻ ആദരിക്കുന്ന വ്യക്തികളെ കുറിച്ച് ഇത്രയും മോശമായിട്ടുള്ള ഭാഷയിൽ വിനായകൻ പറഞ്ഞിട്ടും എന്ത് ധൈര്യമാണ് വിനായകൻ ഇതൊക്കെ പറയാൻ കിട്ടുന്നതെന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ശ്രീജ, എന്തായാലും അപർണയെയും നമ്മുടെ ചാനൽ മേധാവികളെയും ഒക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് വിനായകൻ വീണ്ടും വിമർശിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ എന്ത് പ്രതികരണമാണ് ബാക്കി രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിന്നുള്ളവർക്ക് പറയാനുള്ളതെന്നാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. വിനായകൻ എന്തായാലും ഇപ്പോഴും മാധ്യമങ്ങളെ ഫോൺ എടുക്കുവാനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുവാനോ ഉള്ള ധൈര്യമായിട്ടില്ല. ഈ ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ തന്റെ നിലപാട് ഈ കോരം പ്രസംഗിക്കുന്ന വിനായകൻ എപ്പോഴും ഇറക്കുന്നത് പോലെ ഇപ്പോഴും ഒരു ദളിത് കാർഡ് ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ഇതുപോലുള്ള ചാനൽ മേധാവികൾ എത്രമാത്രം വിഷമായിരിക്കും ഭാഷയിൽ ഒളിപ്പിച്ച് സമൂഹത്തിലേക്ക് കടത്തുന്നത് എന്നതാണ് വിനായകന്റെ ചോദ്യം.
ഇവൾക്കും ഇവളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ഇവളുടെ മേലധികാരികൾക്കും നാളെ 12 മണിക്ക് മുൻപ് ഉത്തരമുണ്ടാകും എന്നതായിരുന്നു ഇന്നലെ വിനായകന്റെ പോസ്റ്റ് അപർണയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട്. ഇതിനെ ഭീഷണി എന്നല്ലാതെ പിന്നെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അങ്ങനെ ഒരു മുന്നറിയിപ്പും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ അതിനെ ഭീഷണി എന്ന് പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ ഭീഷണിക്ക് വശംവദരാകാൻ ഒരു ഇഞ്ച് പോലും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ ഇരുന്ന് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ കഴിയുന്നവരെ കുറിച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി ചർച്ചയും നടത്തിയത്. കേരളം ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം ആളുകളെ ന്യായീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കൂടെ നിൽക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അത് കണ്ട് വശപ്പെടരുത് എന്ന് കരുതി തന്നെയാണ് ഇതിലെ ശരികേടിനെ കുറിച്ച് ഞങ്ങൾ ഇന്നലെ ചർച്ച നടത്തിയത്. ആ ചർച്ച നടത്തിയതിലോ ഭീഷണി എന്ന് അതിനെ പറഞ്ഞതിലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല. അത് ഭീഷണിയായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ച നടത്തി. ഇപ്പോൾ ഇതാ ആ മറുപടി പോസ്റ്റിനെ കുറിച്ചും വിശദമായി തന്നെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതിനു മുൻപ് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ കുടുംബം പോറ്റാൻ വേണ്ടി പെടുന്ന പാടാണ് ഇതൊക്കെ. വിനായകന്റെ ശ്രദ്ധയ്ക്കാണ്. വളരെ മാന്യമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങി ജീവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. വിനായകൻ എന്ന ഒറ്റ പേര് പറഞ്ഞ് അതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്തവരാണ് ഞാനും അപർണയും ഒക്കെ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ. അടുത്തത്, സ്ത്രീ മാധ്യമ ശരീരം. നിങ്ങൾക്ക് പുരുഷ മാധ്യമ ശരീരം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? സ്ത്രീ ആവുമ്പോൾ മാത്രം അത് ശരീരമാവുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട വിനായകൻ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചിന്തകളിൽ കാര്യമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഒരിക്കൽ കൂടി പറയാതെ വയ്യ. അപർണ കുറുപ്പ് കൂടി എൻ്റെ കൂടെ ചേരുന്നുണ്ട്. അപർണ, അസഭ്യവും പുലഭ്യവും